കറുപ്പ് അഥവാ ബ്ലാക്ക് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം അഭിപ്രായം കേട്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. ഒരു 2-3 റിവ്യൂ ഞാൻ കണ്ടു. അതിൽ ഒരെണ്ണം മാത്രം ഒരു ഇച്ചിരി പോസിറ്റീവായിട്ട് പറഞ്ഞു, ബാക്കി 2 ഭയങ്കര മോശം റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ രാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് ഇന്നലത്തെ ഷോയുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അതിൻ്റെ തിയേറ്ററിലൊന്നും അതിൻ്റെ ലൈസൻസ് വന്നിട്ടില്ല, എന്തോ പൈസയുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം അങ്ങനെ ഇന്നലത്തെ ഷോ ക്യാൻസലായി. ഇന്ന് രാവിലെ അതുകൊണ്ട് എനിക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പോകാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ 5:45 ഷോയാണ് പിന്നെ ബുക്ക് ചെയ്തത്. ഇതിൻ്റെ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്നറിയോ, ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോഡ് സിനിമയായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൂപ്പർ നാച്ചുറൽ സിനിമയായിട്ട് പ്രൊമോട്ട് ചെയ്യണമായിരുന്നു. ഇതിൻ്റെ ട്രെയിലർ എന്ന് പറയുന്നത് ഭയങ്കര മിസ്ലീഡിങ് ആയിട്ടൊരു ട്രെയിലറായിരുന്നു. ആ വക്കീൽ സംഭവം അങ്ങനെ ഇങ്ങനെ കണ്ട ആൾക്കാർ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. സൂര്യ ചെറിയൊരു ദൈവവിശ്വാസം അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അങ്ങനൊന്നുമല്ല. പ്യൂവർ ഒരു ഡെമിഗോഡ് പരിപാടി, പ്യൂവർ സൂപ്പർ നാച്ചുറൽ പടമാണിത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയെ നമ്മൾ അങ്ങനെ വേണം കാണാൻ. അത് വെറുതെ നോക്കി ഹിൻഡ് തരികയോ അല്ലെങ്കിൽ നമ്മൾ ഊഹിച്ചെടുക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഇതാണ് സംഭവം. അത് സൂര്യയെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇതാണ് സംഭവം, ഇതൊരു ഡെമിഗോഡ് പരിപാടിയാണ്. ഡെമിഗോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ കാന്താരക്കകത്തേക്ക് ഒരു ഡെമിഗോഡ് പരിപാടിയാണ് കാണിക്കുന്നത്. സെയിം അത് തന്നെ, അതായത് ദൈവങ്ങളിൽ തന്നെ വലിയ ദൈവങ്ങൾ, കുട്ടി ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കുട്ടി ദൈവങ്ങൾ എന്ന് പറയുന്നത് ഒരു റീജിയണൽ ബേസിസ് ആയിട്ടുള്ള ദൈവങ്ങളാണ്. അപ്പം ഇതിനകത്ത് നമ്പർ ഓഫ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതങ്ങനൊരു ദൈവിക പടമായിട്ട് പ്രൊമോട്ട് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കേൾക്കുന്നതിൻ്റെ ഒരു പകുതി നെഗറ്റീവ് പോലും കേൾക്കേണ്ടി വരില്ലായിരുന്നു. പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ ഇത്രയും റിവ്യൂവേഴ്സ് വലിച്ചു കീറുന്ന പോലെ അത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സമയം പോയത് അറിഞ്ഞതില്ല. ഏകദേശം ഒരു 2 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട് ഈ സിനിമ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഹാഫ് തീർന്ന് അറിഞ്ഞില്ല. എന്നെ പിടിച്ച് സൂര്യ ഫാനൊന്നും ആക്കി കളയരുത് ദയവ് ചെയ്ത്. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ വിജയ് ഫാനും അല്ല, ഞാൻ സൂര്യ ഫാനും അല്ല, ഞാനൊരു വിക്രം ഫാനാന്നുള്ള കാര്യം. അപ്പം പക്ഷേ എനിക്ക് ഇവർ രണ്ടുപേരും ഇഷ്ടമാണ്. കാരണം നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ പടം കണ്ടിട്ടാണ് നമ്മൾ വളർന്നു വന്നത്. സൂര്യയ്ക്ക് കുറേ നാൾ കഴിഞ്ഞൊരു 10-13 വർഷമായിട്ട് ഹിറ്റില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലീഫാണെന്ന് പറയാം. നമുക്കൊരു തികഞ്ഞ കംബാക്ക് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷെ എന്നാലും അതിനൊരു റിലീഫാണെന്ന് പറയാം. സൂര്യയുടെ ഈ OTT റിലീസായ 2 സിനിമകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സൂര്യയുടെ തിയേറ്ററിൽ റിലീസായ കഴിഞ്ഞ കുറേ റീസെൻ്റ്ലി ഇറങ്ങിയ കുറേ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ എന്ന് പറയുന്ന ഒരു റിലീഫാണ് സൂര്യയ്ക്കും സൂര്യ ഫാൻസിനും. കാരണം അതിനെയൊക്കെ വെച്ച് നോക്കുമ്പം ഒത്തിരി ബെറ്റർ. ഇപ്പോൾ റെട്രോ നോക്കിയാലും കങ്കുവ നോക്കിയാലും അങ്ങോട്ട് ബാക്കിലോട്ടുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണെന്നറിയില്ല, നമ്മൾ ഈ നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ട് പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷയൊക്കെ ഭയങ്കര ഡൗൺ ആകുന്നുണ്ടാണെന്ന് അറിയത്തില്ല. സംഭവം എനിക്ക് ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് തെറ്റ് പറയാനൊന്നുമില്ല. അതിനകത്ത് ഞാൻ പറഞ്ഞ പടം തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും മറ്റേ CID മൂസയ്ക്കകത്ത് കൊച്ചിൻ്റെ ഇനിയിപ്പോന്ന് ചോദിക്കുന്നുള്ളൂ, സോറി ഫ്ലാറ്റ് മാറിപ്പോയെന്ന് പറയുന്ന പോലെ ഞാനിനി മലയാള സിനിമയ്ക്കാണോ കയറിയത്? വരുന്നതും പോകുന്നതും എല്ലാം മലയാളം ആർട്ടിസ്റ്റുകൾ, തുടക്കത്തിൽ കുറേ സമയം പറയുന്നു മലയാളം, അങ്ങനെയൊക്കെയുള്ള പരിപാടി. അത് എന്തായാലും ഇപ്പോൾ തമിഴ് സിനിമ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ മലയാളം പരിപാടിക്ക് ഏലും തമിഴിനെ പിടിച്ച് അഭിനയിപ്പിച്ചിട്ട് തമിഴും അല്ല മലയാളം അല്ല, കേട്ടാൽ തമിഴിനും മലയാളിക്കും മനസ്സിലാകാത്ത രീതിയിൽ അവരെ കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനത്തെ പരിപാടി ഒരു തമിഴാളോ ഏതോ ഒരു ലാംഗ്വേജൊക്കെ പറയിപ്പിക്കുക. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇറിറ്റേഷൻ എടുക്കും. ഞാൻ അന്നേ ചിന്തിക്കുന്ന കാര്യം, ഇവർക്കൊരു ഇച്ചിരി പൈസ മുടക്കി ഏതെങ്കിലും മലയാളിയെ കൊണ്ടെങ്കിലും ഡബ് ചെയ്യിപ്പിച്ചു തുടങ്ങി. പക്ഷേ അവിടെ ഈ സിനിമ ഒരു വലിയ വിജയമെന്ന് പറയാം. കാരണം നമ്മുടെ ഇന്ദ്രൻ ചേട്ടനുണ്ട്, പിന്നെ മറ്റൊരു മലയാളി യുവനടിയുണ്ട്. ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്നിട്ട് നല്ല കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു മലയാള സിനിമയിൽ നമ്മൾ മലയാളം കേട്ട് എങ്ങനെയിരിക്കും അങ്ങനെയുള്ള മലയാളം നല്ല അടിപൊളിയായിട്ട് പറയിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഇന്ദ്രൻ ചേട്ടൻ്റെ സീൻസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ RJ ബാലാജിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് തുടക്കത്തിൽ എനിക്ക് തോന്നി ഇയാളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്തൊരു ക്യാരക്ടർ ആണല്ലോ, വേറെ ആരെങ്കിലും മതിയായിരുന്നു എന്ന് തോന്നിയെങ്കിലും കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം തരക്കേടില്ലാന്ന് തോന്നി. സ്റ്റിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റാറിനെ ഓപ്പോസിറ്റായിട്ട് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഞാൻ ഇപ്പോഴും അത് പറയും. ഒന്നെങ്കിൽ ഒരു വിജയ് സേതുപതി ലെവലിലുള്ള ആളെങ്കിലും ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിരുന്നു. എന്നിട്ട് കഥയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മതി. പിന്നെ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ ഗോഡ് മൂവിയാന്ന് പറഞ്ഞു, അപ്പോൾ ഗോഡിന് എന്ത് വില്ലൻ എന്ന് ആലോചിക്കും. ആ ഒരു ഗോഡിനെ തളച്ചിടാനുള്ള മെയിനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഈ ഒരു കഥയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അൺലിമിറ്റഡ് പവറുള്ള ഗോഡ് എന്ന് പറയുന്നതിനേക്കാളും ബെറ്ററായിട്ട് ആ ഗോഡിനെ ഒന്ന് ലിമിറ്റ് ചെയ്യാനുള്ള, ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള പല കാര്യങ്ങളും, എന്താ പറയുന്നത്, വാക്കുകൊണ്ടാണെങ്കിലും ഇതുകൊണ്ടാണെങ്കിലും ആ ലിമിറ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളും കഥയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സോ അവിടെയും ലോജിക്ക് നമുക്ക് വർക്ക് ആവുന്നുണ്ട്, എന്തുകൊണ്ട് ഗോഡ് പവർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. കാരണം നമുക്കൊരു ഗോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ലിമിറ്റ്സ് ഒന്നുമില്ല. പിന്നെ അതിനകത്തൊന്നും നോക്കേണ്ട കാര്യം, നേരെ പവർ ഉപയോഗിച്ച് എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ റെഡിയാക്കാം എന്നുള്ളൊരു നമുക്ക് ചിന്ത വരും.
പക്ഷെ അങ്ങനെ റെഡിയാക്കാൻ പറ്റാതിരിക്കാൻ, അങ്ങനെ സംഭവങ്ങൾ അത്രത്തോളം ഈസി ആവാതിരിക്കാൻ അവിടെയും കുറച്ച് ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അജു വർഗീസിനെയൊക്കെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല കുറേ മലയാളി, ശിവദ, അതുപോലെ സ്വാസിക, പിന്നെ ആരൊക്കെയാ എനിക്ക് വിട്ടുപോയെന്ന് അറിയത്തില്ല, കുറേ മലയാളം സ്റ്റാർസ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞു വരികയാണെങ്കിൽ. പിന്നെ ഇതിനകത്ത് ജഡ്ജിയായിട്ട് നമ്മുടെ തങ്കനക്ഷത്രം സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതായത് വിജയുടെയൊക്കെ ഒരു ഇമിറ്റേഷൻ ആയിട്ട് ഒരു സാധനം വന്നല്ലോ CM-ന്റെ സംഭവമൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് വിജയുടെ ആ ഒരു തങ്ക നക്ഷത്രം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അഭിനയിച്ച പുള്ളിയാണ് ഇതിനകത്ത് ജഡ്ജിയായിട്ടുള്ളത്. പുള്ളി കൊള്ളായിരുന്നു കേട്ടോ, രസമുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു ക്യാരക്ടർ മൊത്തത്തിലുള്ള സംഭവം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫാൻസിന് വേണ്ടിയുള്ള സിനിമയെന്ന് പറയാം. കാരണം ഇപ്പോൾ അജിത്തിനാണെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലി എന്നൊക്കെ പറയുന്ന ഒരു ഫാൻ ബോയ് സിനിമയുണ്ട്. പക്ഷെ അത്രയും എക്സ്ട്രീം ലെവൽ അല്ലെങ്കിലും ഒരു ചെറിയ ഫാൻ ബോയ് പടമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് റെഫറൻസ് ഒക്കെ അതുപോലെ തന്നെ കുറേ കൊടുക്കുന്നുണ്ട്. ഇതിനോടൊക്കെ തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും എന്തൊക്കെയാണ് റെഫറൻസ് എന്നുള്ളത്. അങ്ങനെയുള്ള റെഫറൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, വലിയ എക്സ്പെക്ടേഷൻസും ഇല്ല, ലൈറ്റായിട്ടിരുന്ന് കണ്ടു. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിൽ പിന്നെ കുറച്ച് സെക്കൻഡ് ഹാഫിലാണ് ഈ ഗോഡ് മോഡ് ഓൺ ആകുന്നത്. പക്ഷെ അവിടെ എനിക്ക് കുറച്ചൊരു ലാഗോ അല്ലെങ്കിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ചൊന്ന് പടം സ്ലോ ആയ പോലെ തോന്നി. പിന്നെ ഇതിനകത്ത് റെഫറൻസുകൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയ ഗോസ്റ്റ് റൈഡർ റെഫറൻസ്, അതായത് ഈ ഗോസ്റ്റ് റൈഡർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, പെട്ടെന്ന് വന്നിങ്ങനെ തീ കത്തി മാറുന്ന ടൈപ്പ് ഗോസ്റ്റ് റൈഡറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ആ ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻ സെയിം അതല്ലെങ്കിലും അതിനോട് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ ഒരെണ്ണം എനിക്ക് തോന്നി. അതുപോലെ തന്നെ സ്ട്രേഞ്ചർ തിങ്സിലെ മെയിൻ വില്ലൻ ഉണ്ടല്ലോ, ഇങ്ങനെ വയറൊക്കെ കണക്ട് ചെയ്ത് പോയി ഇതിനകത്ത് കിടക്കുന്ന അപ്സൈഡ് ഡൗൺ വേൾഡിൽ, അപ്പോൾ അതുപോലത്തെ സംഭവം ഇതിനകത്തൊരു റെഫറൻസ് ചെയ്യാണ്ടു. പിന്നെ മലയാള ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിരം ദിലീഷ് പോത്തൻ്റെ പടത്തിൽ മാത്രം നമ്മൾ പ്രത്യേകമായി കണ്ടുവരുന്ന ഉണ്ണിമായ പ്രസാദ്, അവരും ഈ സിനിമയ്ക്കകത്തൊരു പോലീസ് ഓഫീസറായിട്ടുണ്ടായിരുന്നു. അതും ഒരു തമിഴ് പോലീസ് ഓഫീസറായിട്ടാണ്, മലയാളം മിക്സ് ഉള്ളതല്ല. അപ്പോൾ എന്തിനാണ് അവരെയൊക്കെ വിളിച്ച് അഭിനയിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ചിലപ്പം ഒരു ക്യാരക്ടർ ആപ്റ്റായിട്ട് തോന്നിക്കാണും. പക്ഷെ അതും തമിഴായിട്ടുള്ള ആളെ തന്നെ കാസ്റ്റ് ചെയ്താലും മതിയായിരുന്നു, കുറച്ചുകൂടെ ഇതായിരുന്നു. പിന്നെ ഇതിനകത്ത് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നിയത് തൃഷയുടെ ഡബ്ബിംഗ് ആണ്. തൃഷയുടെ ലിപ്പ് പോകുന്ന ഒരു വഴിക്ക്, സൗണ്ട് പോകുന്ന വേറൊരു വഴിക്ക്. തുടക്കത്തിലേക്ക് സീനിലൊക്കെ ലിപ്പ് എന്തോ പറയുന്നു, എനിക്ക് തോന്നുന്നു വേറെ എന്തോ ഡയലോഗാണ് അവിടെ ആദ്യം എഴുതിയിരുന്നത്. ആ ഡയലോഗാണ് ഇവർ ഷൂട്ട് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ എഡിറ്റിംഗ് സമയത്തായിരിക്കും ഇവർക്ക് തോന്നിയിട്ടുണ്ടാവുക ഈ ഡയലോഗ് സ്യൂട്ടാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡയലോഗ് ആക്കാം എന്ന് തോന്നിയിട്ട് അത് ഡബ് ചെയ്ത് ചേർത്തായിരിക്കും, പിന്നീട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് അത് 2 കറുപ്പുസ്വാമി സ്റ്റാച്ചു കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു സ്റ്റാച്ചു കാണിക്കുന്നുണ്ട്, സെക്കൻഡ് സ്റ്റാച്ചു കാണിക്കുന്നു. ഈ സെക്കൻഡ് സ്റ്റാച്ചു കാണിച്ചപ്പോഴേ എനിക്ക് സംഭവം കത്തി, ഈ സ്റ്റാച്ചു ഞാൻ വേറൊരു പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇന്ന പടത്തിലെ സ്റ്റാച്ചു അല്ലേ. കൃത്യമായിട്ട് തന്നെ ആ പടത്തിലൊരു കേമിയോ സാധനം വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും പ്രതീക്ഷ പോരുത്, ചുമ്മാ കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ. ഇപ്പോൾ നമ്മളൊരു ഫാൻറ്റസി സാധനം കാണുന്ന പോലെ ചുമ്മാ കണ്ടിരുന്ന് എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ചില സൂര്യ ഫാൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അല്ലാതൊരു നോർമൽ ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ലെവലിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും അവിടെ തന്നെ. അല്ലാതെ നിങ്ങൾ ഈ റിവ്യൂ കേൾക്കുന്ന പോലെ അത്രയും മോശം പടമൊന്നുമല്ല. എൻ്റെ അടുത്തിരുന്ന കുറച്ച് ആളുകൾ തന്നെ പറയുന്നത് കേട്ടു, റിവ്യൂ കേട്ട പോലെ അത്രയും മോശം അല്ലല്ലോ എന്ന് അവർ തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടു. അത്രയും മോശം സിനിമയൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സായി, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഒരു രക്ഷയില്ല. എന്നാ സാധനം ജിൽ 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 എന്ന് പറഞ്ഞ് നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്സ്, സാധനമെല്ലാം നല്ല രീതിയിൽ പിടച്ചിട്ടുണ്ട്. ആ സായി അഭ്യങ്കറിൻ്റെ ആ ഒരു എന്താ പറയുക സിഗ്നേച്ചർ സാധനം നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ഈ ട്യൂൺ കേൾക്കുമ്പോഴേ, ഈ സായി അഭ്യങ്കറിൻ്റെ പാട്ടെല്ലാം കേൾക്കുമ്പോഴേ നമുക്കൊരു വേറൊരു വൈബാണ് പുള്ളിയുടെ പാട്ടൊക്കെ. അപ്പം ആ ഒരു സാധനമൊക്കെ നമുക്ക് കേൾക്കുമ്പോഴേ സംഭവം നല്ല ചാർജായി വരുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ പറയുന്നൊരു പ്രമേയം, ഈ എപ്പാർട്ട് ഫ്രം ഗോഡ് തിങ്സ് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇതിനകത്ത് പറയുന്നൊരു പ്രമേയം, അതിനെപ്പറ്റി ആരും ഞാൻ കേട്ടില്ല. കാരണം പക്ഷേ അതൊരു ഒരു സത്യമുള്ള കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, കോർട്ടിക്ക് പോന്നാൽ ദണ്ഡനെ കിടക്കും നമ്പ്രാങ്ക്, അങ്ങനെ കോർട്ടിക്ക് പോന്നതേ ഒരു ദണ്ഡനെ താ എന്ന് പറയുന്നൊരു ഡയലോഗ്. അത് ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നീതി ലഭിക്കും, അല്ലെങ്കിൽ കുറ്റവാളിക്ക് ശിക്ഷ ലഭിക്കും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നീതി വാങ്ങിച്ചെടുക്കാൻ കോർട്ടിൽ കയറി അടങ്ങുന്നത് തന്നെ വലിയൊരു ശിക്ഷയാണ്. കാരണം ഈ കോർട്ട് കേസൊക്കെ ആയിട്ട് പോയിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം എനിക്ക് തന്നെ പരിചയമുള്ള കുറേ ആൾക്കാരുടെ ഇങ്ങനെ കേസിൻ്റെ കാര്യമൊക്കെ അവർ പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ കോർട്ട് കേസൊന്നും വരില്ലേ എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളമാണ് ഈ വക്കീലന്മാരൊക്കെ ക്ലയൻസിനെ ഊറ്റുന്നതും വലിപ്പിക്കുന്നതും ആ കാര്യങ്ങളൊക്കെ ശരിക്കും കാണിച്ചിട്ടുണ്ട്. അതായത് ക്ലയൻറ്റിൻ്റെ ഹിയറിംഗ് ഉള്ള ദിവസം ഒരു ചായ പോലും കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചു കുടിക്കാതെ ക്ലയൻസിനെ വലിപ്പിക്കുന്ന വക്കീലന്മാർ.
അപ്പോൾ ആ ഒരു വിഷയമൊക്കെ എടുത്ത് ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ എന്താ പറയുന്നത്, ഈ ഒരു ഗോഡ് തിങ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആളുകൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാതെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡൊക്കെ പറയുകയാണെങ്കിൽ ക്യാമറ അത്യാവശ്യം നല്ല വർക്കാണ്. എനിക്ക് തുടക്കത്തിൽ ആ ഒരു ഫൈറ്റ് സാധനമൊക്കെ, സൂര്യയുടെ ഒരു ഇൻട്രോ ഫൈറ്റ് സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. എത്ര പേർക്ക് അത് പറ്റുമെന്ന് അറിയില്ല, പക്ഷേ സംഭവമൊക്കെ ഉള്ളായിരുന്നു. ആ ഒരു ഗോഡ് മോഡിലുള്ള ഫൈറ്റൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ചെറിയൊരു ലാഗോ കാര്യങ്ങളോ അങ്ങനെയുള്ള ചെറിയ ഒരു പ്രശ്നമൊക്കെ എനിക്ക് തോന്നിയത്. അതും കാര്യമാക്കാനുള്ള പ്രശ്നമൊന്നുമില്ല. എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ തിയേറ്ററിൽ പോയി കണ്ട് ഒന്ന് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ പടം. ഇപ്പോൾ വീക്കെൻഡാണ് വരുന്നത്, പിന്നെ നാളെ ശനി ഞായർ, അപ്പോൾ ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ തിയേറ്ററിൽ പോയി ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ സിനിമ തന്നെ, വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പടം OTT എത്രത്തോളം നിങ്ങൾക്ക് വർക്കാവുമെന്ന് അറിയില്ല, പക്ഷേ ആ ഒരു തിയേറ്റർ സെറ്റപ്പിൽ നല്ല വലിയ സ്ക്രീനിൽ നല്ല ആ ഒരു BGM ഒക്കെ തിയേറ്റർ സ്പീക്കർ സിസ്റ്റത്തിൽ തന്നെ കേൾക്കുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസാണ്. ഞാൻ കാണണമെന്നൊരിക്കലും നിർബന്ധിക്കുകയല്ല, എൻ്റെ അഭിപ്രായം പറയുന്നേ ഉള്ളൂ. വലിയ തെറ്റില്ലാത്തൊരു സിനിമയാണ്.